നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ദോഷനേ നായകാനി തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ദോഷനേ നായകാനി തിരുനാമം പാവനം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർ, അഭിഷിക്തമാർ എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എന്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും, ഇസ്രായേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും, ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. വളരെ വ്യക്തമായി ഇവിടെ തൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ആമേൻ. വളരെ ചിന്തിക്കുന്ന, വളരെ ചിന്തിക്കാനുള്ള, വളരെ ആമേൻ സ്തോത്രം സംസാരിക്കാനുള്ള ഒരു അധ്യായമാണ് ഈ 50-ാമത്തെ അധ്യായം. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ, ദൈവം പ്രൈസ് ദി ലോർഡ് കഷ്ടകാലത്ത് എന്നെ ആമേൻ സ്തോത്രം വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഷ്ടകാലത്ത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. സ്തോത്രം. നോക്കിക്കേ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ഇസ്രായേലിന് ഒത്തിരി പ്രാവശ്യങ്ങൾ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും മാറയുടെ അനുഭവങ്ങളും വെള്ളമില്ലാത്ത അനുഭവങ്ങളും ഭക്ഷണമില്ലാത്ത അനുഭവങ്ങളും കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വന്നു. അവിടെയും അവർ വിളിച്ച ഒറ്റ വിളിയാണ്, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞതെന്ത്, ചിതറിച്ചു കളഞ്ഞതെന്ത്, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലയോ എന്നൊക്കെ ദൈവത്തോട് ചോദിക്കാൻ ആമേൻ സ്തോത്രം ഇസ്രായേലിന് ആമേൻ ദൈവം ഒരു അവസരം നൽകി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഇസ്രായേലിനോട് സംസാരിക്കുന്ന, ഇസ്രായേലിനോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാ പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, അവൻ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്തിന് തണൽ, പകൽ സൂര്യനുകളിൽ രാത്രിചന്ദ്രനുകളിൽ നിന്നെ ബാധിക്കുകയില്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇസ്രായേലിന് അനുനിമിഷം ഇടപെട്ടൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ, അവർ മിസ്രൈമിലായിരിക്കുമ്പോൾ തന്നെ അവിടെയും അവരോട് കൂടെ നിന്ന ഒരു ദൈവം. ആമേൻ. ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. കഷ്ടത വരുമ്പോഴോ, ആമേൻ പ്രയാസങ്ങൾ വരുമ്പോഴോ, പീഡകൾ വരുമ്പോഴോ, എല്ലാവരും നമുക്കെതിരെ തിരിയുമ്പോഴോ ഒന്നും ഏത് സമയത്തും നമ്മോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ മനുഷ്യമായ വാക്കിൽ കൂടെ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പലരും നമ്മെ വിട്ട് മാറിപ്പോകുമ്പോൾ, അല്ലയോ അഭിഷക്തനെ, അല്ലയോ പാസ്റ്ററെ, അല്ലയോ പാസ്റ്റർ ആൻറ്റി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്യും എന്നൊക്കെ ഭംഗി വാക്കിൽ പറയും. അവരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ പൊടിയും തട്ടി അവരങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദ്യം പ്രാർത്ഥിക്കണം, പാസ്റ്റർ പ്രാർത്ഥിക്കണം, ആമേൻ പേരായി
പ്രാർത്ഥന അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ആമേൻ, ഇതൊന്നും വലിയ നാൾ നിൽക്കുന്ന വ്യക്തികളൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, മനുഷ്യന്റെ വാക്ക് വളരെ ഇമ്പമേറിയ വാക്കുകളാണ്, ഭയങ്കര വാക്കുകളാണ് മനുഷ്യന്റെ വാക്കുകൾ. പക്ഷെ ആ വാക്കുകൾക്കകത്ത് ആമേൻ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുന്ന ചില ആമേൻ പ്രയാസങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ദൈവജനം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നത്, എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. അപ്പൊ ദൈവം സംസാരിക്കാൻ ഇസ്രായേലിന് ഒരു ന്യായാധിപതിയായി സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇസ്രായേലിനോട് പറയുന്നത്, അഥവാ യാക്കോബിനോട് പറയുന്നത്, ആമേൻ, ഞാൻ സംസാരിക്കും, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ആമേൻ. യാക്കോബേ, നിന്റെ പേരിനി എന്തല്ല, യാക്കോബ് എന്നല്ല, പിന്നെയോ നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ആസാബ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തന്നെ ദൈവവും ആസാവുമായി വളരെ ആമേൻ സ്തോത്രം അടുത്ത ആത്മീയ അകമൊഴിഞ്ഞൊരു ബന്ധം ആസാവും ദൈവവുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആസാബ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനം എഴുതുവാൻ ആസാബിന് ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക ശബ്ദം, അതാ ഇവിടെ പറഞ്ഞത്, ഇസ്രായേലേ എന്ത് ചെയ്യും, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് സംസാരിക്കും, നീ എന്ത് ചെയ്യണം, മൗനമായി ഇരുന്ന് കേൾക്കണം. ഇന്ന് കേൾക്കാനാണ് ബുദ്ധിമുട്ട്. ആമേൻ. നോക്കൂ, അടുത്ത് ആമേൻ നമുക്ക് 15-ാമത്തെ വാക്യം കാണുന്നത് ഇങ്ങനെയാണ്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, കഷ്ടകാലത്തില് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ആമേൻ. കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, ആമേൻ സ്തോത്രം, പലപ്പോഴും ദൈവമേ എന്ന വിളിയുണ്ടല്ലോ, ആ ശബ്ദം കേൾക്കാൻ ഒരു കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. പ്രയാസം വരുമ്പോൾ മാറിയിരുന്ന് കരയുവാനും കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കുവാനൊക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ആമേൻ. നോക്കൂ, അടുത്ത് പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, നീ സാസനെ വെറുത്തു. ആമേൻ. എന്റെ വചനങ്ങളെ നീ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. എറിഞ്ഞു കളഞ്ഞുവല്ലോ. അപ്പോ സാസനെ വെറുത്തു. അപ്പൊ സാസനെ വെറുത്ത് ദൈവത്തിന്റെ വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തു, ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ഒരു ശാസന ദൈവം തരുമ്പോൾ, ഇതിന്റെ കഷ്ടതയാണ്, എനിക്കിനി ഒരിക്കലും കരകയറാൻ കഴിയത്തില്ല ഇതിനകത്ത് നിന്ന് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആമേൻ. അവരെ നോക്കി സ്വർഗം പറയുകയാണ്, ആമേൻ, നീ എന്താ എൻ്റെ വചനത്തെ വെറുത്തത്? ഞാൻ നിന്നെ ശാസിച്ചപ്പോൾ നീ എന്താ എൻ്റെ വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞത് എന്നൊക്കെ ദൈവം ആമേൻ അവരോട് ചോദിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇസ്രായേലിനത്തോട് ഇടപെട്ട ദൈവം, പലപ്പോഴും ഇസ്രായേലിന് നടുവിൽ ദൈവം കാടകളെ കൊടുത്തു, മന്ന കൊടുത്തു. ആമേൻ. തീങ്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. ആമേൻ. മാറയെ മധുരമാക്കി. ആമേൻ. അങ്ങനെ ദിവ്യാതന തലയെ തകർത്ത് ജനത്തിന് ദൈവം ആഹാരം കൊടുത്തു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ചില കാടകൾ ഭവനത്തിനകത്തേക്ക് വരുവാനുണ്ട്. അത് ആമേൻ സ്തോത്രം, നിനക്ക് കഴിക്കാൻ പാകത്തിന്, നിനക്ക് പിടിക്കാൻ കണക്കിന് നിന്റെ അടുത്ത് വന്ന് നിന്ന് നീ അതിനെ കൈനീട്ടി പിടിച്ച് ഭക്ഷിക്കേണ്ട തലത്തിലാണ് കാടകൾ പറന്നുയരുന്നത്. അല്ലാതെ അതിനെ പിടിച്ച് കറി വെച്ച് കഴിക്കാൻ വേണ്ടിയല്ല. നീ അതിനെ എടുത്താൽ മതി, അതിനെ ഒന്ന് പിടിച്ചാൽ മതി, നിന്റെ കരത്തിലേക്ക് അത് അമർന്നിരിക്കും. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കർത്താവ് എണീറ്റിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോയിക്കേ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ആമേൻ. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെപ്പറ്റി സംസാരിക്കാനും നിന്നെപ്പറ്റി സാക്ഷീകരിക്കാനും ഒരു ദൈവം ഇന്ന് പകൽക്കാലം ആഗതനായിട്ടുണ്ട്. ആ കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാമോ? നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം ആമേൻ ജനത്തോട് സംസാരിക്കണമേ. കർത്താവരെ അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.